ഷിട നീ അറിഞ്ഞ അവസാനം നമ്മുടെ വേടന് ജാമ്യം കിട്ടി. ഏത് വകുപ്പ് പ്രകാരം എന്നറിയാം വേടനെ പിടിച്ചകത്തിട്ടത്? 51A വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. എന്തിനാണെന്നാ ഇതിൻ്റെ പ്രത്യേകത എന്നാ, ഇതിൽ 5A എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ഈ ചാപ്റ്ററിൽ കുറച്ച് മൃഗങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഷെഡ്യൂളിൽപ്പെട്ട മൃഗങ്ങളെ കൊല്ലുകയോ മാംസം ഭക്ഷിക്കുകയോ അതിൻ്റെ പല്ലോ എല്ലോ നഖമോ തോലോ എടുത്ത് ആഭരണങ്ങളായിട്ട് ഉപയോഗിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 3 മുതൽ 7 വർഷം വരെ തടവ് കിട്ടും. ഇവിടെ കലാപം മണി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെയും പിടിച്ച് മുമ്മാർ ജയിലിലിടുമായിരുന്നു. മണിയുടെ മറ്റേ ഫേമസ് പാട്ടില്ലേ, കാട്ടിലെ മാനിൻ്റെ തോലു കൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട. അതിൽ കാടുകൊണ്ട് മാനുകൊണ്ട് തോലുകൊണ്ട്. പിന്നെ ഈ വനം വകുപ്പിന് പിടിച്ചകത്തിടാൻ വേറെ വല്ല വകുപ്പും വേണോടെ? അതുപോലെ തന്നെയാണ് വേടന് സംഭവിച്ചത്. വേടൻ്റെ കഴുത്തിൽ പുലിയുടെ പല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു ആഭരണം ഉണ്ടെന്നാണ് വനം വകുപ്പ് പറയണത്. ഷിടാപ്പി അമ്പലപ്പറമ്പിലും കൊച്ചു കൊച്ചു കടകളിലും 10 രൂപയ്ക്കും 20 രൂപയ്ക്കും പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ പുലിപ്പല്ല് നമ്മളൊക്കെ കൊച്ചിലേക്ക് വാങ്ങിച്ചിട്ടിട്ടില്ലേ? അതുപോലൊരു സാധനമാണ് പാവപ്പെട്ട വേടൻ്റെ കഴുത്തിൽ കിടന്നത്. അവൻ ആരും സമ്മാനം കൊടുത്താണെന്ന് പറയുന്നു. ഉടനെ ഇത് കണ്ടുടനെ വനം വകുപ്പിന് പിടികിട്ടി ഇത് പുലിപ്പല്ലാണെന്ന്. ഈ പുലിപ്പല്ലെടുത്ത് വായിക്കകത്ത് വെച്ച് കടിച്ചു നോക്കിയപ്പോൾ പൊട്ടിക്കാണില്ല. പ്ലാസ്റ്റിക് ആണെങ്കിൽ പൊട്ടുമില്ല, അല്ലെങ്കിൽ ചപ്പെങ്കിലും ചെയ്യും. ഇതൊന്നും ചെയ്യാഞ്ഞിട്ട് യുവന്മാർ വിചാരിച്ച് അയ്യോ ഇത് പുലിപ്പല്ല് എന്നപ്പോ എന്നും പറഞ്ഞു എടുത്തുകൊണ്ട് ഓടി മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ കൊണ്ടുകൊടുത്തു. മജിസ്ട്രേറ്റ് ആണെങ്കിൽ ഇടവും വലവും നോക്കാതെ ഒരു ദിവസത്തെ പോലീസ് കസ്റ്റഡി നോക്കിയെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് മജിസ്ട്രേറ്റിന് ബോധോദയം ഉണ്ടായി. മജിസ്ട്രേറ്റ് പറഞ്ഞു ഇത് പുലിപ്പല്ലാണ് എന്ന് തെളിയിക്കാനുള്ള യാതൊരു ഓതൻറ്റിക്കേഷനും വനം വകുപ്പ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പാവപ്പെട്ട വേടന് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയതിന് ശേഷം വേടൻ പറഞ്ഞതാണ് രസം. ഇവൻ്റെ പുകവലി മദ്യപാനമൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ബാഡ് ഇൻഫ്ലുവൻസ് ആണെന്ന് എനിക്കറിയാം. ചേട്ടനോട് ദയവ് ചെയ്ത് ക്ഷമിക്കണം. നല്ലൊരു മനുഷ്യനായി മാറാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ, പോയിട്ട് വരാം. എൻ്റെ പൊന്നു വേടാ മോനെ, നീ പറഞ്ഞതുപോലെ നടക്കുകയാണെങ്കിൽ കൊള്ളാം. ഇല്ലെങ്കിൽ അതിൽ നിറങ്ങൾ മങ്ങിപ്പോകും കട്ടായം.